നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഭാരതാംബ വിഷയത്തിൽ കേരള സർവകലാശാല ഏറ്റുമുട്ടലിന് വേദിയാകുമോ? കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചുള്ള സെനറ്റ് ഹാളിലെ ഗവർണർ പങ്കെടുക്കേണ്ട പരിപാടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതോടെ ഗവർണർ സർക്കാർ പോര് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്തത്. സെനറ്റ് ഹാളിലെ പരിപാടി മുൻവിധിയോടെ റദ്ദാക്കി ഗവർണറോട് അനാദരവ് കാണിച്ചെന്ന് വിമർശിച്ചാണ് രജിസ്ട്രാർക്കെതിരായ അസാധാരണമായ നടപടി. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുള്ള സസ്പെൻഷനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് രജിസ്ട്രാർ KS അനിൽകുമാർ വ്യക്തമാക്കി. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു വൈസ് ചാൻസലർ അധികാര ദുർവിനിയോഗമാണ് നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. RSS കൂറു തെളിയിച്ചതിൻ്റെ ഭാഗമായിട്ട് കേരള സർവകലാശാല VC ആസ്ഥാനത്തെത്തിയതെന്നും വിദ്യാഭ്യാസ മേഖലയെ കലുഷിതമാക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ അത് ആ നിലയിൽ കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടാണ് നിരന്തരം ഗവർണർ സ്വീകരിക്കുന്നതെന്നും അനാവശ്യമായ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നല്ലതല്ലെന്നും നിയമപരമായ കാര്യങ്ങളുമായി ഗവൺമെൻറ്റും മുന്നോട്ടു പോകുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത താൽക്കാലിക VC മോഹൻ കുന്നുമ്മലിൻ്റെ നടപടി തള്ളിക്കളയുന്നുവെന്ന് സിൻഡിക്കേറ്റിലെ ഇടത് അംഗം G മുരളീധരൻ. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ VCക്ക് അധികാരമില്ലെന്നും രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരം സിൻഡിക്കേറ്റിനാണെന്നും VCയുടെ ഉത്തരവിന് കീറക്കടലാസിൻ്റെ വില മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രജിസ്ട്രാർ KS അനിൽകുമാർ രജിസ്ട്രാറായി തുടരുമെന്നും അദ്ദേഹം ഇന്നലെ രാവിലെ പതിവ് പോലെ ജോലിക്ക് എത്തുമെന്നും സിൻഡിക്കേറ്റ് അംഗം വ്യക്തമാക്കി. സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായി ചുമതലയേറ്റ DGP റവാഡ ചന്ദ്രശേഖർ രാജ്ഭവനിലെത്തി. ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം റദ്ദാക്കിയതിൽ ഗവർണർ സർക്കാർ പോര് നിലനിൽക്കുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച. രാജ്ഭവൻ സുരക്ഷയ്ക്ക് ഗവർണർ നൽകിയ പട്ടികയിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തതിൽ അതൃപ്തി അറിയിച്ചെന്നാണ് സൂചന. താൻ നടത്തിയത് പ്രൊഫഷണൽ സൂയിസൈഡെന്ന് ഡോക്ടർ ഹാരിസ് ചെറക്കൽ. തനിക്കെതിരെ നടപടി ഉണ്ടായാലും നിലപാട് തുടരുമെന്നും താൻ മന്ത്രിയെയും മന്ത്രിസഭയെയും കുറ്റപ്പെടുത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തലിൽ വിഷമമില്ലെന്നും അദ്ദേഹം ഗുരുനാഥന് തുല്യനാണെന്നും എല്ലാ വഴിയും അടഞ്ഞപ്പോഴാണ് തുറന്നു പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹാരിസ് ചെറക്കലിൻ്റെ തുറന്നു പറച്ചിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ആരോഗ്യവകുപ്പ് ഗൗരവമായി ഇടപെട്ടുവെന്നും സർജറിക്ക് ആവശ്യമായ ചില ഉപകരണങ്ങളുടെ അഭാവമാണ് ഡോക്ടർ ചൂണ്ടിക്കാട്ടിയതെന്നും ഡോക്ടർ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതായിരുന്നെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായെന്നും ഉന്നയിക്കപ്പെട്ട പ്രശ്നം പരിഹരിച്ചുവെന്നും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ പറയുന്നു. എന്നിട്ടും സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാൻ നീക്കം നടക്കുന്നുവെന്നും ഇത് തിരുത്തലല്ല തകർക്കൽ എന്നും വിമർശനമുണ്ട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക പോലും വിറങ്ങലിച്ചു നിന്നപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ച ലോകത്തെ ഒരു കേന്ദ്രമാണ് കേരളമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരിക്കൽ ഒരു മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമമോ മറ്റ് പ്രശ്നങ്ങളോ വന്നാൽ അതോടുകൂടി കേരളത്തിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം തകർന്നുവെന്ന് പറയാനാണ് UDF ആഗ്രഹിക്കുന്നതെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ആരോഗ്യ മേഖലയാകെ തകർന്നുവെന്ന് വരുത്തി തീർക്കാനാണ് UDFൻ്റെ ശ്രമമെന്നും അതിനൊപ്പം മാധ്യമങ്ങളും ചേരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ ഹാരിസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യോജിച്ചതല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി ചിലപ്പോൾ പഞ്ഞിയോ ഉപകരണങ്ങളോ മരുന്നോ കുറഞ്ഞു കാണുമെന്നും അതിൻ്റെ പേരിൽ പ്രതിപക്ഷം പറയുന്ന പോലെ മന്ത്രി രാജിവെക്കണോ എന്നും അദ്ദേഹം ചോദിച്ചു. ഭീഷണിപ്പെടുത്താനുള്ള ശ്രമവും വിരട്ടലും വേണ്ടെന്നും ഡോക്ടർ ഹാരിസിനെതിരായ CPM വിമർശനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെയും MV ഗോവിന്ദൻ്റെയും വാക്കുകളിൽ ഭീഷണിയുടെ സ്വരമുണ്ടെന്ന് ഇനിയാരും പറയാതിരിക്കാനാണ് ഭീഷണിയുമായി ഇപ്പോൾ വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. റവാഡ ചന്ദ്രശേഖറിനെ DGPയായി നിയമിച്ചതിൽ തൻ്റെ പ്രതികരണം മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ പറഞ്ഞു.
DGP നിയമനത്തിൽ മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചാണ് താൻ പറഞ്ഞതെന്നും എന്നാൽ ചില മാധ്യമങ്ങൾ പ്രത്യേക താൽപര്യപ്രകാരം അത് വളച്ചൊടിച്ചതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇടത് സംഘടനകൾ ഇന്നലെ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് SFIയും പിന്നീട് DYFIയും രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചുകളിലാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് സ്ഥാപിച്ച ജലപീരങ്കി പ്രവർത്തകർ മറികടന്നെങ്കിലും പിന്നീട് പിൻവാങ്ങി. മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിൻ്റെ പരിമിതികളെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസിൻ്റെ വിമർശനം ശരിവെച്ചുള്ളതാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടെന്ന് സൂചന. ഉപകരണങ്ങൾ വാങ്ങുന്നതടക്കമുള്ള സംവിധാനങ്ങളുടെ പരിമിതി പരിഹരിക്കണമെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജ് മേധാവി ഡോക്ടർ പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി നിർദ്ദേശിച്ചു. യൂറോളജി വിഭാഗത്തിൽ മതിയായ സംവിധാനമില്ലെന്ന് സമിതിയുടെ വിലയിരുത്തൽ. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥ് പ്രാഥമിക റിപ്പോർട്ട് കൈമാറി. അതേസമയം ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെ ആർക്കെതിരെയും റിപ്പോർട്ടിൽ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിട്ടില്ലെന്നാണ് വിവരം. ഇന്ത്യ-US സ്വതന്ത്ര വ്യാപാര കരാർ സംസ്ഥാനത്തിൻ്റെ കാർഷിക മേഖലയെ ഗുരുതരമായി പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. അമേരിക്കയ്ക്ക് അനുകൂലമായ നയങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചാൽ കാർഷിക മേഖലയുടെ സർവനാശമായിരിക്കും സംഭവിക്കുക. കരാർ ഒപ്പിടാൻ പാടില്ലെന്നും കേന്ദ്ര വാണിജ്യ കൃഷി മന്ത്രിമാർക്ക് അയച്ച കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് CBI അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി. വിചാരണ കോടതിയിൽ നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് കോടതി വിലയിരുത്തി. കരുവന്നൂർ ബാങ്കിലെ മുൻ ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ക്രൈംബ്രാഞ്ചിനെ കൂടാതെ കേസ് അന്വേഷിക്കുന്ന EDയും കേസിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ബ്രഹ്മോസ് സെന്റർ DRDO ഏറ്റെടുക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഇക്കാര്യത്തിലുള്ള ഉറപ്പ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചതായും സെന്റർ പൂട്ടുമെന്ന പ്രചാരണം തെറ്റാണെന്നും രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിൽ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി സമാഹരിച്ച പണം വിനിയോഗിക്കാത്തത് പഠന ക്യാമ്പിൽ വിമർശിക്കപ്പെട്ടത് വസ്തുതാവിരുദ്ധമാണെന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞു. 30 വീടുകളാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. മീൻ വിറ്റും പായസം വിറ്റും സമാഹരിച്ച മുഴുവൻ പണവും യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലുണ്ട്. അതിൽ 1 രൂപ പോലും കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പിൻവലിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച ബാങ്ക് രേഖകൾ പരസ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വിശദീകരണം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. 1 മുതൽ 10 വരെ ക്ലാസുകളിലെ പാഠപുസ്തക പരിഷ്കരണത്തിൻ്റെ തുടർച്ചയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വരുത്തിയ മാറ്റങ്ങളും ഈ പരിഷ്കാരത്തിൽ ഗൗരവമായി പരിഗണിക്കും. ആദ്യഘട്ടത്തിൽ SCERTയുടെ 80 ടൈറ്റിൽ പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിക്കുകയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയ പുതിയ കരട് സൗരോർജ്ജ നയത്തിലെ നിർദ്ദേശങ്ങൾ അപ്രായോഗികവും കേരളത്തിൻ്റെ വൈദ്യുതി മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതുമാണെന്ന് സൗരോർജ്ജ മേഖലയിൽ നിക്ഷേപം നടത്തിയ സംരംഭകരുടെ സംഘടനയായ മാസ്റ്റേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. നയത്തിലെ നിർദ്ദേശങ്ങളിൽ പ്രതിഷേധിച്ച് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് സോളാർ ബന്ദ് ആചരിക്കും. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. വെള്ളം കുടിച്ച് മടുത്തോ? നല്ല രുചിയുള്ള മിനറൽ ക്വാളിറ്റിയുള്ള വെള്ളം കുടിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇതാണ് സുവർണാവസരം. വെറും 1000 രൂപ അടച്ചാൽ 18,000 രൂപ വരെ വിലയുള്ള വാട്ടർ പ്യൂരിഫയർ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. എങ്ങനെയാണെന്നല്ലേ? കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി പ്രമുഖ കമ്പനികളുടെ RO UV ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയർ മാസം തോറും 1000 രൂപ വീതം അടച്ചു വാങ്ങാൻ അവസരമൊരുക്കുന്നു. എല്ലാ മാസവും 10-ാം തീയതി ഗ്രീൻ ഷോപ്പിയിൽ വെച്ച് നറുക്കെടുത്ത് വിജയിയെ പ്രഖ്യാപിക്കും. വിജയികൾ പിന്നീട് പണം അടയ്ക്കേണ്ടതില്ല. നറുക്ക് വരാത്തവർ വിഷമിക്കേണ്ട കേട്ടോ. 20% മുതൽ 30% വരെ ഡിസ്കൗണ്ടിൽ അതേ RO വാട്ടർ പ്യൂരിഫയർ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അടുത്ത മാസം നറുക്കെടുപ്പിൽ പങ്കാളിയാകൂ. അങ്ങനെ നിങ്ങളും നല്ല വെള്ളം കുടിച്ചു തുടങ്ങൂ. For more details, contact us.